ഹിമാലയൻ മൗണ്ടെയ്ൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഹിമാലയൻ മൗണ്ടെയ്ൻസ് വ്യാപിച്ചു കിടക്കുകയാണെങ്കിൽ, ഇപ്പൊ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ വന്നിരിക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, വിയറ്റ്നാം, തായ്ലൻഡ്. ഇത്രയും രാജ്യങ്ങളിലേക്കാണ് ഹിമാലയൻ മൗണ്ടെയിൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതായത് നോർത്ത് വെസ്റ്റേൺ റീജിയനിലുള്ള, അതായത് സെൻട്രൽ ഏഷ്യൻ രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ മുതൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രി ആയിട്ടുള്ള തായ്ലൻഡ് വരെയാണ് ഹിമാലയൻ മൗണ്ടെയിൻസ് വേൾഡിൽ വ്യാപിച്ചു കിടക്കുന്നത്. അപ്പൊ ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്ന പേരെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ഫിസിക്കൽ ജോഗ്രഫിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് മാപ്പിൽ നമ്മൾ ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത് സെൻട്രൽ മൗണ്ടെയിൻ മാസ് ഓഫ് ഏഷ്യ എന്നാണ്. ഈ പ്രദേശം ലോകത്തിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ പ്രദേശമാണ്. അതായത് സിയാച്ചിനൊക്കെ ഉൾപ്പെടെ, പാമീർ ഒക്കെ ഉണ്ടല്ലോ, പാമീർ റീജിയൻ, അതോടൊപ്പം തന്നെ മൗണ്ട് എവറസ്റ്റ് അല്ലെ, മൗണ്ട് എവറസ്റ്റ് എന്ന മൗണ്ടൻ റേഞ്ച്, ഈ പീക്ക് ഹിമാലയൻ മൗണ്ടെയിൻസിലുള്ള പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടുന്ന പ്രദേശമാണ്. പക്ഷെ മൗണ്ട് എവറസ്റ്റിന്റെ എക്സ്റ്റൻഷൻ ഇന്ത്യയിൽ വരുന്നില്ല. നേപ്പാളിലും ചൈനയിലുമാണ് മൗണ്ട് എവറസ്റ്റ് എന്നുള്ള പീക്ക്, വേൾഡിലെ ഏറ്റവും വലിയ പീക്ക്. 8850 മീറ്റർ ഹൈറ്റ് വരുന്ന മൗണ്ട് എവറസ്റ്റ് പീക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതും ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിലാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിന്റെ എക്സ്റ്റൻഷൻ പറയുകയാണെങ്കിൽ വെസ്റ്റേൺ റീജിയൻ ആയിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീർ മുതൽ ഈസ്റ്റേൺ റീജിയൻ ആയിട്ടുള്ള അരുണാചൽ പ്രദേശ് വരെയാണ് ഹിമാലയൻ മൗണ്ടെയിൻസ് ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റുകളിലും അതോടൊപ്പം തന്നെ ടെറിട്ടറീസ് നോക്കുകയാണെങ്കിൽ, ജമ്മു കാശ്മീർ ഇപ്പം 2019 മുതൽ സ്റ്റേറ്റ് അല്ല, ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പൊ ആ ജമ്മു കാശ്മീർ, ലഡാക്ക് റീജിയനിലൊക്കെ ഹിമാലയൻ മൗണ്ടെയിൻസ് വ്യാപിച്ചു കിടപ്പുണ്ട്. അത് കഴിഞ്ഞ പിന്നെ അടുത്ത സ്റ്റേറ്റ് വരുന്നത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, ആസാം, വെസ്റ്റ് ബംഗാള്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റുകളിലായിട്ടാണ് ഹിമാലയൻ മൗണ്ടെയിൻസ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് പറയുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശ്, അതോടൊപ്പം തന്നെ സിക്കിം, അരുണാചൽ പ്രദേശ് സ്റ്റേറ്റിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഹിമാലയൻ മൗണ്ടെയിൻസ് വ്യാപിച്ചു കിടക്കുന്നത്. പാർട്ട്ലി ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന സ്റ്റേറ്റുകളാണ് ഉത്തരാഖണ്ഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ആസാം തുടങ്ങിയ സ്റ്റേറ്റുകളാണ്. അപ്പൊ അതോടൊപ്പം തന്നെ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ജമ്മു കാശ്മീരിലും ലഡാക്കിലും ഹിമാലയൻ മൗണ്ടെയിൻസ് വ്യാപിച്ചു കിടപ്പുണ്ട്. അത് വെസ്റ്റേൺ റീജിയനിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്.